ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഉറപ്പായിട്ടും ഫൈനൽ 5-ൽ കാണുന്ന 3 കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ, ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ. പ്രേക്ഷക പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ജാസ്മിന് ഒരേ ഒരു എതിരാളി ജിൻഡോ ആയിരുന്നു. ഇപ്പോൾ ഇതാ അഭിഷേകും കയറി വന്നിരിക്കുന്നു. ജാസ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ജിൻഡോ ഒരു വെല്ലുവിളിയായി തന്നെ ഉയർന്നു വന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അഭിഷേകും അതേ വെല്ലുവിളിയോട് ഉയർന്നു വന്നിരിക്കുന്നു. ജിൻഡോ പാറക്കല്ല് പോലെ പിടിച്ചടക്കി വെച്ചിട്ടുള്ള 1-ാം സ്ഥാനത്തിലേക്ക് കുതിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അഭിഷേകിൻ്റെ കടന്നുവരവും കൂടി. അഭിഷേക് ഒരുപക്ഷെ 2-ാം സ്ഥാനത്തെത്താൻ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടും വിന്നറാകാനുള്ള ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ ജാഫർ. പക്ഷെ ഒരുപാട് നെഗറ്റീവ് കൊണ്ട് പ്രേക്ഷകരെ മനസ്സുകളെ ഇടിച്ചു കളിഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ജാസ്മിൻ. ഇപ്പോൾ ഇതാ ഒരുപാട് വിവാദങ്ങൾ ജാസ്മിനെതിരെയുണ്ട്. എന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടായിട്ടും ജാസ്മിൻ ഉയർന്നു വന്ന് 2-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടും വിന്നറാവാൻ ചാൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ഗെയിമും സംസാരവും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അഭിഷേക് ശ്രീകുമാറിന് വിന്നറാകാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ഗെയിമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ പ്രേക്ഷകർക്കിടയിലേക്ക് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരാളാണ് ജിൻഡോ. എനിക്ക് തോന്നുന്നു നല്ലൊരു ഗെയിമറായിട്ടല്ല, ഒരുപാട് കള്ളങ്ങളൊക്കെ പറയും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഒരു ലാളിത്യമാണ്. ആ ലാളിത്യത്തിൻ്റെ പേരിൽ മനസ്സിലൊരു ഇടം നൽകാൻ പ്രേക്ഷകർ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വോട്ടുകൾ വാരിക്കൂട്ടാനും ജിൻഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിഷേക്, സിജോ, ജാസ്മിൻ ഇവരുടെ ഒന്നും വാക്കിന് മുമ്പിലോ ഗെയിമിന് മുന്നിലോ പിടിച്ചു നിൽക്കാൻ ജിൻഡോക്ക് കഴിയാറില്ല. പക്ഷേ വാക്കുകളെ ഫലിതമാക്കി കൊണ്ടുവരാൻ ജിൻഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോ എന്നും മാസാണ്. ഇനി 2-ാം സ്ഥാനം ആര് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അതിൽ ജാസ്മിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അഭിഷേക് ശക്തനായിട്ടുള്ളൊരു എതിരാളി തന്നെയായി മാറിക്കഴിഞ്ഞു. എൻ്റെ ഒരു നിഗമന പ്രകാരം ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, അർജുൻ, സിജോ ഇവരായിരിക്കും ടോപ്പ് 5-ൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഏതായാലും നമുക്ക് നോക്കി നിന്നും തന്നെ കാണാം.